ആ മോളെ, ആ ഡയറിയിലേ ലതാ മദ്രാസ് പറഞ്ഞിട്ട് ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. നീ ഒന്ന് നോക്കിയെടുത്തിട്ട് വാ. ഹലോ, ലതയുടെ വീടല്ലേ? ആരാ? ഛേ, അച്ഛനോട് ഫോൺ എടുക്കരുന്ന് പറഞ്ഞിട്ടില്ലേ? പോയിരുന്ന് പഠിക്ക്. ഹലോ ലത? അതെ. ആ, ഇത് ഗായത്രിയാ, പാലക്കാട്. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. നീ ഡ്രൈവിംഗ് ഒക്കെ എപ്പോ പഠിച്ചു? ഇവിടെ ഇതൊക്കെ അത്യാവശ്യമല്ലേ? ഇവള് ഡ്രൈവിംഗ് പഠിച്ച കാരണം എനിക്ക് സുഖ. ഷോപ്പിങ്ങിനൊക്കെ ഇവള് ഒറ്റയ്ക്ക് പൊക്കോളൂ, അല്ലേടോ? ഇതെപ്പോഴാ ഊരണേ? ഇതിനിയും ഒരാഴ്ച എടുക്കും. ഡോ, ഇന്നല്ലേ ഡോക്ടറെ കണ്ട ദിവസം? 4 മണിക്കാട്ടോ. സാവിത്രി ഏതുവരെ പഠിച്ചു? 10 വരെ പഠിച്ചു. പിന്നെ വീട്ടിൽ പഠിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടായില്ല. ഇവള് നന്നായി ഡാൻസ് ചെയ്യും. നിങ്ങൾ ആ മുരുകനെ ഹലോ சாமி சார், வணக்கம். ஆமா, விஜய் பேசுறேன். வல்சரவாக்கத்துல இருந்து. சௌக்கியம் சௌக்கியம். நீங்க எப்படி இருக்க சார்? அது வந்து நீங்க எனக்காக ஒரு உதவி பண்ணணும். அல்ல அல்ல அல்ல, வைஃபோட ஒரு ஃப்ரெண்டு ஊர்ல இருந்து வந்திருக்காங்க சார். நீங்க நினைச்சா அவருக்கு ஏதாவது வேலை சரி பண்ண முடியுமா? SLC அவ்வளோதான். അത് ഒരു സെക്കൻഡ് സാർ. സാവിത്രിക്ക് ഡാൻസ് അറിയാന്നല്ലേ പറഞ്ഞേ? ഓക്കെയാണ് സാർ. 1 സെക്കൻഡ് സാർ. എടോ ഫോൺ തന്നെ. சொல்லுங்க சார். 9443932930 செல்வன். ஓகே. ஆமா சார். ரொம்ப தேங்க்ஸ். ഓക്കെ സാർ. സാവിത്രിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? സിനിമയോ? ആ, സിനിമ അത്ര മോശം ഏർപ്പാടൊന്നുമല്ല. കുറച്ച് കഴിവ് വേണം, പിന്നെ ഇത്തിരി ധൈര്യം. ഓ പിന്നെ എത്ര സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞ ആളായി പറയണേ. നിങ്ങൾ ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റണ വല്ല ജോലിയും വാങ്ങിക്കൊടുത്തു. നീ എന്തറിഞ്ഞിട്ടേ പറയണത്? ദേ, ഞാൻ എന്റെ അഭിപ്രായം പറയാം. ഞാനിപ്പോ വിളിച്ച ഈ സാമിയില്ലേ, അയാൾ സിനിമയിലെ വെറും കോസ്റ്റ്യൂമർ. ഞാൻ ചെന്നൈയിൽ വന്ന സമയത്ത് ഇയാൾ ഒരു ടൈലറിംഗ് ഷോപ്പിൽ നിസ്സാര ശമ്പളത്തിന് വർക്ക് ചെയ്യാം. ഇപ്പൊ അയാളുടെ സ്ഥിതി എന്താണെന്നറിയോ നിനക്ക്? എന്റെ ഓഫീസിന്റെ അടുത്ത് സ്വന്തമായിട്ട് 2 കടമുറിയുണ്ട്. അവിടെ സാമാന്യ തരക്കേടില്ലാത്ത വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ്. അപ്പ പിന്നെ നടീനടന്മാരുടെ കാര്യം പറയാൻ ആലോചിച്ചു പറയേ. മോളുടെ ജീവിത വാ, വരൂ, ഇരിക്കേ. മോളെ, ആ സാമി ഒരു സെൽവന്റെ നമ്പർ തന്നിട്ടുണ്ട്. അവരുടെ സ്ക്രീൻ ടെസ്റ്റ് ഇവിടെ നാഷണൽ ഹോട്ടലിൽ നടക്കുന്നുണ്ട്. നിങ്ങക്ക് സമ്മതാണ് ഞാനിപ്പോ വിളിക്കാം. സ്വിച്ച് ഓഫാ. സെൽവൻ അവിടെ തന്നെ കാണും. അയാളെ ഒന്ന് പോയി കണ്ടാ മതി. ടീച്ചറെ, ഇങ്ങനെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ടീച്ചറെ വിളിക്കാൻ പോയാ സാവിത്രിക്ക് അതിന് തന്നെ നേരം കാണുള്ളൂ. ദേ, കുറച്ചുകൂടി ബോൾഡ് ആയിരിക്കണം. ഇത് മദിരാശിയാ. ഇവൾ ആദ്യമായിട്ടാ നാട്ടിൽ നിന്ന് മാറി നിക്കണേ. സ്ക്രീൻ ടെസ്റ്റ് ഏതായാലും 2 ദിവസം കൂടി കാണും. ഇയാളൊന്ന് ചെന്ന് കാണും. കിട്ടിയില്ല നമുക്ക് വേറെ പണി തപ്പാടോ. അല്ലല്ല, പ്രൊഡ്യൂസറിന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചല്ലേ. പുള്ളി ഒരു ചടങ്ങിനകത്തിരിക്കുക, കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. കുട്ടിക്ക് മലയാളത്തിലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. റോളൊക്കെ ശരിയാക്കുന്നേ. ഇതിലേക്ക് നമ്പറും പേരും ഒന്ന് ഫീഡ് ചെയ്തേ, ഞാൻ വിളിക്കാം.
ആ കുട്ടിയുടെ ചേച്ചി ആയിരിക്കും. അല്ല, ടീച്ചറാ. ആഹാ, ടീച്ചർ അഭിനയിക്കാൻ വന്നാണോ? ആ സന്ധ്യ, ഞാൻ വിളിക്കാം. സന്ധ്യക്ക് വിശദമായിട്ട്. അയ്യോ, இங்க சந்தி யாரு? நான் தான் சார். டேய் சசி, நீ இங்க இருக்கா? 3 டீ சொல்லி எவ்வளவு நேரம் ஆச்சுடா? சீக்கிரம் போய் வாங்கிட்டு வா. நீ வாமா. ഈ തെണ്ടീനെ ഞാൻ കൊല്ലും. സോറി. എന്താടോ തനിക്ക് കണ്ണ് കണ്ടൂടെ? ചൂട് വെള്ളം മാറി. ഇത് നിന്റെ പെരുങ്ങോട്ട് ശരിയല്ല. അയാൾ സോറി പറഞ്ഞില്ലേ? പിന്നെ എന്താ അവിടെ ഇരിക്കും. എന്താടി ഞാൻ ചെയ്ത തെറ്റ്? നിന്നെ ഇഷ്ടപ്പെട്ടോ? നിന്നെ സ്നേഹിച്ചോ? പ്രേമമാണത്രേ പ്രേമം. നാണമില്ലേ സുരേഷ് നിങ്ങൾക്കിത് പറയാൻ? ഇതിപ്പോ തീരെ പ്രതീക്ഷിക്കാത്തതായല്ലോ കുട്ടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്ന് ഞാൻ പറയാം, ഇതങ്ങനെ എല്ലാവർക്കും കിട്ടണ ഭാഗ്യമല്ല. അതന്നെ ഞാനും പറയണേ. ഇതൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടണ അവസര. എനിക്ക് വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ എപ്പ പോയെന്ന് ചോദിച്ചാ മതി. അതിനവരും കൂടി വിചാരിക്കണ്ടേ? ചിലപ്പോ ഇതായിരിക്കും നിന്റെ വഴി. മോൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയൊരു ജീവിതമായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. സിനിമ ആയതുകൊണ്ട് മാത്രം എനിക്ക് ഇത്തിരി പേടി. ഗായത്രി ധൈര്യമായിട്ട് പൊക്കോ. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. അവക്ക് ഒരു കുറവും വരില്ല. പിന്നെ ഞങ്ങൾക്കും ഒരു ഗമിയല്ലേ കൂടെ താമസിക്കുന്നത് ഒരു സിനിമാ നടിയാണെന്ന് പറയാൻ. എന്നാലും എനിക്ക് മനസ്സിലാകാത്തത് ചേച്ചീനെ അവർ എങ്ങനെ നായികയാക്കി എടുത്തു. അച്ചു, നീ എന്റെ വാങ്ങുവേ. അതൊന്നും കുഴപ്പമില്ല ചേച്ചി. ഞാൻ എവിടെ പോയാലും ഇതുപോലെ ഒരെണ്ണം എപ്പോഴും എന്റെ പിന്നാലെ ഉണ്ടാവും. ഹലോ, ആ ടിക്കറ്റ് കിട്ടിയോ? ഓക്കെ, എത്ര മണിക്കാ? ആ ഓക്കെ ഓക്കെ. ചേട്ടനാ വിളിച്ചത്. 5:30 ട്രിവാൻഡ്രം മെയിലിന് ടിക്കറ്റ് ശരിയായിട്ടുണ്ട്. നമുക്കിറങ്ങാം. ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. മോളെ, നീ ഇത് വെച്ചോ. വേണ്ട ടീച്ചറെ, ഇപ്പൊ തന്നെ ടീച്ചർ കൊറേ ബുദ്ധിമുട്ടി. നീ ഇത് വെക്ക്. പലതരം ആൾക്കാരാ ഇവിടെ. പിന്നെ സിനിമാക്കാരെ പറ്റി മോശം അഭിപ്രായം. നിന്നെ നീ തന്നെ സൂക്ഷിക്കണം. ടീച്ചർ പറയുന്നതൊക്കെ മോൾക്ക് മനസ്സിലായോ? വാ. വിനുവേട്ടാ, വിനുവേട്ടാ, എനിക്ക് വിനുവേട്ടനും വിനുവേട്ടനും ഞാനും മാത്രം മതി. എല്ലാം ഞാൻ ഉപേക്ഷിക്കും. നമുക്ക് ഈ നശിച്ച നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാം. വിനുവേട്ടാ, എന്ത് കരുതി? ഞമ്മളൊന്നും അറിയില്ലെന്നോ? നിങ്ങളെല്ലാരും കൂടെ എന്നെ ചതിക്കായിരുന്നു. ഇന്നേ വരെ ഇസ്ലാമിന് നിരക്കാത്തൊന്നും ഈ മൂസാ ഹാജി ചെയ്തിട്ടില്ല.
പള്ളിയും നാട്ടുകാരും ഒക്കെ ഒരു സ്ഥാനം തന്നിട്ടുണ്ട്. എന്താ അത്? ഇസ്ലാമിന്റെ നീതിക്ക് വഴങ്ങി ജീവിക്കണോണ്ട് ഇജ്ജായിട്ട് അത് ഇല്ലാണ്ടാക്കി. ഞാൻ നിർബന്ധിച്ചിട്ടാ ഉമ്മ. മിണ്ടരുത്, മിണ്ടരുത്. നിന്റെ പുരേ കൈയണമെങ്കിൽ നിന്റെ ആഗ്രഹങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒത്ത് എന്നെ അനുസരിച്ച് കൈയാണേ മാത്രം കഴിഞ്ഞാ മതി. അല്ലെങ്കിൽ എല്ലാവർക്കും പോവാം. അത് ഉമ്മയായാലും മക്കളായാലും. ഉസ്മാനെ, വണ്ടി എടുക്കടാ. സിനിമ എന്റെ ജീവിതം നബിസു. അതില്ലാണ്ട് എനിക്ക് എന്നെ എപ്പോഴും കളിയാക്കാറല്ലേ? ചേച്ചി ഒരു ഓട്ടോഗ്രാഫ് തരുമോ? പിന്നെ കിട്ടിയില്ലെങ്കിലോ? ഓട്ടോഗ്രാഫ് ഇവനെ ആയിരിക്കും ആദ്യം കിട്ടുന്നത്. എന്റെ ആദ്യത്തെ ഓട്ടോഗ്രാഫ് നിനക്കിരിക്കട്ടെ. താങ്ക്സ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യ്, ഞാൻ വരാം. ചേച്ചി ഒപ്പിടാനൊക്കെ പഠിച്ചു. ടീച്ചറെ, എനിക്ക് സന്തോഷായി മോളെ. നിന്റെ സങ്കടങ്ങളൊക്കെ ഇതോടെ തീരുമല്ലോ. ടീച്ചർ എൻ്റെ കൂടെ ചെന്നൈക്ക് വാ, നമുക്ക് ക്ലാസ് ഒക്കെ അവിടെ തുടങ്ങാം. അല്ല, നീ അവിടെ സ്ഥിരാക്കാൻ തീരുമാനിച്ചോ? ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. മോളെ നമുക്ക് അവിടെ ഏതെങ്കിലും സ്കൂളിലും ചേർക്കാം. വരട്ടെ, നമുക്ക് ആലോചിക്കാം. കുറെ സിനിമയൊക്കെ ചെയ്ത് കൈനിറയെ കാശൊക്കെ കിട്ടി നമുക്ക് അവിടെ സുഖമായിട്ട് ജീവിച്ചൂടെ? നീ വല്ലാണ്ട് മാറി. ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയി. ടീച്ചർ കുറ്റം പറയല്ല മോളെ, പക്ഷേ നമ്മൾ നമ്മളായിട്ട് ജീവിച്ചാ പോരെ. പണവും പ്രശസ്തിയും ഒക്കെ വരും, നമ്മൾ അതിന്റെ പുറകെ പോണ്ട. നീ നല്ല കുട്ടിയാ. എന്നാലും നമ്മളെ സൂക്ഷിച്ചും കണ്ടും ജീവിച്ച പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ലല്ലോ. ആരുമില്ല ഇവിടെ. എന്തു വേണം? അച്ഛൻ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാ. കുറച്ചു കാലം കൂടെ കള്ളുമോന്നുള്ള കാശ് ഇതിലുണ്ട്. ഒന്നിന്നേ. എന്റെ അമ്മ ഒരു പാവമായിരുന്നു, അതുപോലല്ല ഞാൻ. ഇപ്പൊ ഈ കാശ് തന്നതേ നിങ്ങൾ കുടിച്ചിട്ടെങ്കിലും ഒന്ന് ചത്ത് കാണാൻ വേണ്ടിയാ. സാവിത്രി, ടീച്ചർക്ക് അറിയില്ല, ഓരോ പ്രാവശ്യം ഓരോ പെണ്ണുങ്ങളെ കൊണ്ട് വന്ന് എന്റെ അമ്മയുടെ മരണം ഇയാൾ ആഘോഷിക്കുമായിരുന്നു. ഗോപി വെക്കോ. ഇക്ക, ഇക്ക, നിങ്ങളെ വാപ്പ വിളിക്കണ്ട്.
ഇജ്ജ് കഴിക്കണില്ലേ? എന്നോടുള്ള ദേഷ്യം ഭക്ഷണത്തോട് കാട്ടണ്ട. വല്ലതും കഴിച്ചു കിടന്നോ. ഇത് കണ്ട നജീബേ, ഇത് മുഴുവൻ മൂപ്പര് കഴിക്കണം മരുന്നാളാ. മൂപ്പര് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത് മുഴുവൻ നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടിട്ട് മാത്ര. എന്നെ ഈ കുടുംബത്തിലേക്ക് കെട്ടിക്കൊണ്ടു വന്നിട്ട് എന്നെ വരെ ഒരു കുറവ് എനിക്ക് വരുത്തിയിട്ടില്ല. നമുക്ക് മൂന്നാക്കുള്ള ചോറുണ്ടെന്ന് അറിഞ്ഞിട്ടേ മൂപ്പരൊരു വറ്റ് കഴിക്കൂ. ആ നെഞ്ച് നീറണത് ഈ കണ്ടില്ലെന്ന് വെക്കല്ലേ മോനെ. പഠിച്ചു മുറുക്കൂല. ഈ ആ സിനിമാന്റെ പൊതി മറന്നാളാം മോനെ. അതൊന്നും നമുക്ക് പറ്റിയതല്ല.